ഇന്നൊരു പിങ്ക് ലൈമിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. പലർക്കും അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയാണ്. എന്നാൽ നമ്മളിതിൽ സീക്രട്ടായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. നമ്മളിതെല്ലാം കൂടെ ഒരു മിക്സിക്കകത്ത് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ സാധാരണ ചേർത്ത് കൊടുക്കുന്ന പോലെ തന്നെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 4-5 പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കണം. അത് ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 4 മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറുപ്പ് മുന്തിരിയാണ്. പിന്നെ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്നങ്ങ് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മളിത് മൊത്തത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് മധുരമൊക്കെ നോക്കിയിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ്. നോമ്പ് തുറക്കുന്ന സമയത്തും ചൂട് കാലത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്